സന്തോഷത്തോടെ and we praise hallelujah hosanna hallelujah hosanna എല്ലാ വീടുകളിൽ നിന്ന് ഉയരട്ടെ hallelujah hosanna hallelujah hosanna hallelujah hosanna പ്രഭാതത്തിൽ ഒന്നിച്ച് hallelujah hosanna hallelujah hallelujah hosanna hallelujah hosanna hallelujah hosanna hallelujah hosanna തുമ്മേ ആരാധന ചെയ്യുന്നു അധിപതിയേ തുമ്മേ ആരാധന ചെയ്യുന്നു ഉയർന്നോടെ ഉയർന്നവരേ തുമ്മേ ആരാധന ചെയ്യുന്നു ജീവനിൽ അധിപതിയേ തുമ്മേ ആരാധന ചെയ്യുന്നു. Come on, let's sing together. Hallelujah. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഈ സമയത്ത് ഞങ്ങളോടൊപ്പം ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെയോ ഇന്റർനെറ്റിലൂടെയോ ഈ ശുശ്രൂഷകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ബഹുമാന്യ പേരുള്ളവരെയോ യേശുവിന്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു, അഭിനന്ദനമറിയിക്കുന്നു. And today is a new day. ഇതൊരു പുതിയ ദിവസമാണ്. And God has something new for each one of us. നമുക്ക് വേണ്ടി കർത്താവിന് ഇന്ന് പകൽ പുതിയ ദിവസവും തരുമാറുണ്ട്. Let's worship His holy name. Hallelujah. ദൂതന്മാർ നിരന്തരം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധൻ, ഉന്നതനും ഉയർത്തുന്നവനും ശാശ്വതവാക്യമായ യേശു, ക്രിസ്തുവായ യേശു, നമ്മുടെ കർത്താവായ യേശു, നമ്മുടെ രക്ഷിതാവായ യേശു. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ ഹോസന്നാ. ഓ ആ ബെഡ്റൂമിനകത്ത് ഹല്ലേലൂയയുടെ ശബ്ദം ഉയരണം, ആ പോർട്ടിക്കോയിൽ ഹല്ലേലൂയയുടെ ശബ്ദം ഉയരണം. ആ നടന്ന ടെലിഫോണിലൂടെ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ശുശ്രൂഷകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ചേർന്ന് നന്ദിയോടെ Hallelujah, Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna. We want to say welcome to everyone who is with us this morning, over internet or with Harvest Television. Today is a new day for you, and God has the best to give you, and Jesus wants to take you to high places where He can personally visit you and pour His power, anointing over your life. ഇതൊരു പുതിയ ദിവസമാണ്. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിന്റെ ഇഷ്ടം നമ്മെ അവന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുക. അങ്ങയുടെ കൃപകൾ, അവിടുത്തെ നന്മകൾ, ആത്മാവിന്റെ പുതിയ അഭിഷേകം, പുതിയ ബലം നമ്മുടെ മേൽ പകരുന്നതാണ് യേശുവിന് ഇഷ്ടം. നമുക്കൊന്നിച്ച് പ്രഭാതത്തിൽ ആ ഉറക്കത്തിന്റെ ക്ഷീണമൊക്കെ വിട്ട് രണ്ട് കരകൾ ഉയർത്തി ഉറക്കേക്കും. Hallelujah, Hosanna. Hallelujah, Hosanna. മരണത്തെ ജയിച്ച
ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളത്തെ ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഉറപ്പോടെ മരണത്തെ ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളത്തെ ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ ഹോസന്നാ. Come on, let's sing together. Hallelujah, Hosanna. അന്യഭാഷകളാൽ ദൈവത്തിന്റെ ആത്മാവ് നിറച്ചവർ ഞങ്ങളോടൊപ്പം അന്യഭാഷകൾ അല്ലാത്തവർ സ്വന്തം ഭാഷകൾ കരങ്ങൾ ഉയർത്തി ജീവനോടെ ഞങ്ങളോടൊപ്പം ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, I experienced the thick glory of God in this auditorium. ഈ ശുശ്രൂഷയിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ
വർദ്ധിച്ച സാന്നിധ്യം ഈ മുറിക്കകത്ത് ഞങ്ങളോടൊപ്പമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അതേ ദൈവത്തിന്റെ തേജസ് നിങ്ങളുടെ മുറികൾക്കകത്തേക്ക് ഇറങ്ങുന്നു. ഇപ്പോൾ ഞങ്ങൾ എവിടെ വരുന്നു? ഞങ്ങളോടൊപ്പം ഈ രാത്രിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ആ മുറിക്കുള്ളിലേക്ക്, ആ ആശുപത്രിയിലേക്ക്, ആ കിടക്കയിലേക്ക് യേശുവിന്റെ തേജസ് ശക്തമായി നിങ്ങൾക്ക് ഇറങ്ങുന്നു. കരകളെ കൂട്ടിയെടുത്ത് നന്ദിയോടെ ദൈവത്തിന് ഈ പകൽ നന്ദിയോടെ, ഓ ഈ പകൽ നന്ദിയോടെ, ഈ പകൽ യേശുവേ. രാത്രി 12:30-ക്കും 1:30-ക്കും 2:30-ക്കും എല്ലാം ഈ സ്ക്രീനിൽ കാണുന്ന പ്രയർ ലൈനിൽ ഫോണുകൾ വരുന്നുണ്ട്. ആശുപത്രികളിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോൾ, രോഗികളെ കൊണ്ടുപോകുമ്പോൾ ഈ ടെലിഫോണിൽ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുന്നു. നിങ്ങളുടെ നല്ല മനസ്സിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഉറപ്പോടെ പറയട്ടെ, 24 മണിക്കൂർ 365 ദിവസവും നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ ഞങ്ങളോടൊപ്പം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ദൈവത്തിന്റെ കർത്താവ് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയത്തിന് മറുപടിയുണ്ട്. ഇപ്പോൾ തന്നെ ടെലിഫോൺ ലൈനുകൾ 3 എൻഗേജ്ഡാണ്. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ വിളിച്ചു പറയാം. ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ന് വെളുപ്പിനെ തന്നെ വിഷയങ്ങളിലൂടെ വരാൻ തുടങ്ങി. ഒരു കൂട്ടം ദൈവത്തിന് മുഴക്കാറില്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. യേശു അത്ഭുത മന്ത്രി, യേശു ധീരനായ ദൈവ, യേശു സമാധാന പ്രഭു, യേശു അത്ഭുത മന്ത്രി, നിങ്ങളുടെ കാര്യങ്ങളെ വ്യക്തമായി ചെയ്യുവാൻ കഴിവുള്ള ഉയർത്തെഴുന്നേറ്റ യേശു. And let's sing together, you are holy, you are holy, holy, universe declares your majesty. One more time, you are holy, universe declares your majesty. Let's repeat the 2 lines once more. Holy, holy, universe declares your majesty. Come along, you are holy, holy, universe declares your majesty. You are holy, holy, Lord of heaven and earth, Lord of heaven and earth. Oh, ധാരാളം പ്രാർത്ഥന വിഷയങ്ങളിലൂടെ വന്നുകൊണ്ടേയിരിക്കുന്നു. അർജന്റായിട്ട് പ്രാർത്ഥിക്കേണ്ടത് മാത്രമാണ് ഈ സ്ക്രീനിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ബൈജു അയർലൻഡിൽ നിന്ന് വീട് പണിയണം, സർട്ടിഫിക്കറ്റ് ലഭിക്കണം. ഒരു അന്യരാജ്യത്തായിരിക്കുന്ന അയർലൻഡിൽ നിന്ന്, യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന്, അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന്, ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളോടൊപ്പം രാവിലെയും ഈ അസൗകര്യങ്ങളെ മാറ്റിവെച്ച് എഴുന്നേറ്റിരുന്ന് ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നു ഞങ്ങളുടെ ബഹുമാന്യ പ്രിയമുള്ളവരെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു, വന്ദനം ചെയ്യുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഹിന്ദി സംസാരിക്കുന്നവര്, മറ്റു ഭാഷകൾ സംസാരിക്കുന്നവർ പ്രാർത്ഥനയിലും ആരാധനയിലും ഞങ്ങളോടൊപ്പം ഇന്റർനെറ്റിലൂടെ ടെലിവിഷനിലൂടെ ഞങ്ങളോടൊപ്പമുണ്ട്. Hallelujah, in the Bible. And I just want to say today is a new day and God is going to do great things in our through our life. നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ യേശു വലിയ കാര്യങ്ങൾ ചെയ്യും. Bless his holy name. Universe declares your majesty. You are holy, holy, Lord of heaven and earth. Hallelujah. Yes, Lord. Hallelujah. To the Lord of heaven and earth. Hallelujah. To the Lord of heaven and earth. നമുക്കൊരു നിമിഷം പ്രിയ ബൈജുവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബൈജു, ഈ ശുശ്രൂഷ ഞങ്ങളോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി യേശു അത്ഭുതം ചെയ്യും. വീട് പണിയുള്ള വിഭവങ്ങൾ കർത്താവ് ഒരുക്കി തരുന്നു. And I release the resources over your life in Jesus' mighty name. And I declare the blessings of God over your life. നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ കൽപ്പിക്കുന്നു. വീട് പണിയുള്ള വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ലഭിക്കേണ്ട സർട്ടിഫിക്കറ്റ് ലഭിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് അത്ഭുതകരമായി സംഭവിക്കട്ടെ.
റെനി എറണാകുളത്ത് നിന്ന് കസിൻ ബ്രദർ ദൈവഹിതമില്ലാത്ത ബന്ധത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ എത്ര സങ്കടകരമായ സ്ഥിതിയിലാണ് അദ്ദേഹത്തിന്റെ കസിനായിരിക്കുന്നത്. താങ്ക് യു റെനി ഫോർ കോളിംഗ് us. തീർച്ചയായിട്ടും യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഞങ്ങളോടൊപ്പം ചേർന്ന സ്ത്രീകൾ കരം വെച്ച് പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അഭിഷേകത്തിന് മറുപടി ഉണ്ടാകട്ടെ. അന്യബന്ധങ്ങൾ അവിടെ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ വിശുദ്ധിയാൽ നിറയപ്പെടട്ടെ. യേശുവിന്റെ തേജസ് അവിടെ ഇറങ്ങട്ടെ. ഇതേപോലെ കർത്താവെ ഭാരപ്പെടുന്ന കുടുംബ ബന്ധങ്ങളുണ്ട് കർത്താവെ, ജീവിതങ്ങളുണ്ട് കർത്താവെ. ഞങ്ങൾ ഇന്ന് പോലെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ആത്മാവ് നിമിത്തം അവർ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ലീലാമസുഖമുണ്ട് കുടുംബ തകർച്ച, കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ തകർച്ച നേരിടുന്ന ഒരമ്മ, മക്കളുടെ വിവാഹം നടക്കുന്ന സമയത്ത് നടക്കുന്നില്ല, ഭാവിയോർക്ക് ആകുലപ്പെടുന്ന ഒരു മാതാവ്, അതുപോലെ ലക്ഷക്കണക്കിന് മാതാപിതാക്കൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. മാതാപിതാക്കൾ ഞങ്ങളോടൊപ്പം ചേർന്നാണ് ഈ സമയത്ത് യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ദൈവ തിരുവത്തിൽ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി, ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി എന്നോടൊപ്പം എല്ലാവരും കരകളെ വിശ്വാസത്തിന് അടയാളമായി ഉയർത്തിക്കൊണ്ട് ഈ വിഷയത്തോട് പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുത മറുപടി ഇപ്പോൾ തന്നെ വിഷയങ്ങളിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ബന്ധങ്ങൾ, ഉയർന്ന ഭാവി വഴികൾ ഉണ്ടാകട്ടെ, സ്ഥാനമുണ്ടാകട്ടെ. ഞങ്ങളോടൊപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഈ നിമിഷം മുതൽ ഏറ്റുപാടിയാണ് യേശുവേ പരിശുദ്ധൻ, സർവശക്തനാമേശു കർത്താവേ. ചേർന്നൊരിക്കൽ കൂടെ പരിശുദ്ധൻ പരിശുദ്ധൻ. ധാരാളം പ്രാർത്ഥന വിഷയങ്ങൾ ഫോണിൽ വന്നുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനാ പോരാളികൾ നിങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ പേര് പറയരുതെന്ന് പറഞ്ഞ് എറണാകുളത്ത് നിന്ന് ഭാര്യയ്ക്ക് മാനസികമായ പ്രശ്നത്താൽ ഭാരപ്പെടുന്നു. വളരെ സങ്കടകരമായിരിക്കും ആ കുടുംബത്തിന്റെ സ്ഥിതി. ആർക്ക് രോഗം വന്നാലും ആ കുടുംബ വ്യക്തികൾ സഹിക്കുന്നത് വളരെ ക്ലേശങ്ങളായിരിക്കും. ഈ പകൽ അധ്വാനിക്കുന്നവര്, ഭാരം ചുമക്കുന്നവര് എന്റെ അരികിൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ആ യേശു ഈ പകൽ നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളുടെ മുറിക്കുള്ളിലേക്ക്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക്, wherever you are, Jesus is just walking to you, and His everlasting arms are around you, and His glory is surrounding you. അവിടുത്തെ മഹത്വം നിങ്ങൾ ചുറ്റുന്നു. യേശുവിന്റെ അദൃശ്യമായ അത്യന്ത കരം നിങ്ങളെ ചുറ്റി തന്റെ മാർവോട് നിങ്ങളെ അണയ്ക്കുന്നു. നിങ്ങൾ ഈ വഴിയാത്രയിൽ ഒറ്റയ്ക്കല്ല. യു ആർ നോ മോർ അലോൺ, യു ആർ നോ മോർ അലോൺ. നിങ്ങൾ ഇനി മേലാൽ ഒറ്റയ്ക്കല്ല. യേശു നിങ്ങൾക്കായി നിങ്ങളുടെ കൂടെ ഇറങ്ങുന്നു. ജീസസ് ഈസ് ജസ്റ്റ് ഡിസെൻഡിങ് ഓവർ യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിലേക്ക് യേശു ഇതാ ഇറങ്ങുന്നു. ഹല്ലേലൂയ. ടു ടേക്ക് യു ടു ഹൈ പ്ലേസ്. നിന്നെ ഉയർത്തി മാറ്റിക്കേണ്ടതിന് യേശുവിന്റെ കുടുംബത്തിനുള്ളിലേക്ക്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി ഉറക്കെ ഓ ഹല്ലേലൂയ. അല്പനിമിഷങ്ങൾ വായികളെ തുറന്ന് സ്തുതി സ്തോത്രങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അത്ഭുത മന്ത്രിയായ ദൈവം യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗത്താൽ ഭാരപ്പെടുന്ന ആ ഭാര്യയോർത്ത് വിഷമിക്കുന്ന ആ പ്രിയപ്പെട്ട ഹസ്ബൻഡിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനങ്ങൾ അഴിയട്ടെ. ഏത് കാരണം കൊണ്ടാണ് ആ രോഗം വന്നതെങ്കിൽ ഇപ്പോൾ അത് മാറട്ടെ. സുബോധമുള്ള മനസ്സിന് ആ ജീവിതങ്ങൾ ഉടമകളാകട്ടെ. ഓ ഹല്ലേലൂയ. ഇതുപോലെ കർത്താവേ, മാനസിക രോഗത്താൽ ഭാരപ്പെടുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൈശാചിക ആധിപത്യത്താൽ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവർ ഞങ്ങൾക്ക് പകർന്നിരിക്കുന്ന അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽ ഭൂതാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. ജീവിതങ്ങളിൽ നിന്ന് വിട്ടുമാറുക ആ വിചാരത്തിന്റെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിഷ്ഫലമാക്കുന്നു. ശാപത്തിന്റെ കെടുതികൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. കെട്ടുകൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ. തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ബൈക്ക് ആക്സിഡന്റിനെ തുടർന്ന് തുടയല് പൊട്ടി, ബ്ലഡ് കൗണ്ട് കുറവ്, അടുത്ത ഓപ്പറേഷന് വേണ്ടി പറഞ്ഞിരിക്കുന്നു. അതിഭയങ്കരമായ വേദനയിലൂടെ കടന്നു പോകുന്നു. നോക്കി, ഞങ്ങൾക്ക് ഇവിടെ വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ
റെഡ് മാർക്ക് ചെയ്താണ് പ്രാർത്ഥന പോരാളികൾ ഇത് മുമ്പോട്ട് കൊണ്ടുവരുന്നത്. കാരണം നിങ്ങളുടെ വിഷമത്തിന്റെ ഗൗരവത്തിൽ യേശുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട ഒരു കൂട്ടം ദൈവജനം അത് അപ്പാടെ ഉൾക്കൊള്ളുന്നു. തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനം നമ്മെ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും. ഈ സന്ദർഭത്തിൽ ആസ്തി അവിടെ ഉളവായി വരിക, ഒരു ഓപ്പറേഷൻ കൂടാതെ യേശുവിന്റെ കരം അവിടെ വരിക. അനേകരുടെ ജീവിതത്തിൽ ഞങ്ങളത് കണ്ടിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ അസ്ഥിയോട് ചേരട്ടെ, അസ്ഥിയോട് ചേരട്ടെ, അസ്ഥിയോട് ചേരട്ടെ. ഉളവാകേണ്ടത് ഉളവാകട്ടെ, ആ വേദനകൾ നീങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ സമ്പൂർണമായ സൗഖ്യം ഉണ്ടാകട്ടെ. ഓ ഹല്ലേലൂയ. ഓപ്പറേഷൻ നിമിത്തം അകത്തിട്ടിരിക്കുന്ന സ്റ്റീലുകൾ അതിപ്പോൾ തന്നെ തെറിച്ചു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിപ്പോൾ സംഭവിക്കട്ടെ. യേശുവേ. അന്നമ്മ പന്തളം കാർ ആക്സിഡന്റ് മൂലം സീരിയസ് ആയി കിടക്കുന്ന മകന് വേണ്ടി ബഹറിൽ അന്യരാജ്യത്ത് ആ മകനായിരിക്കുമ്പോ ആ മകനെ ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇന്ന് പകൽ അന്യരാജ്യത്ത് ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആ മകനോട്, അതുപോലെ ക്ലേശം അനുഭവിക്കുന്ന പ്രിയമുള്ളവരോട് പറയട്ടെ, യേശു അത്ഭുത മന്ത്രിയ, മരണത്തിൽ ഉയർത്തെഴുന്നേറ്റവനാ. ഈ കോറസ് ഞങ്ങളോടൊപ്പം ചേർന്ന് പാട, ചേർന്ന് ചേർന്ന് ചേർന്ന്. അർജന്റ്. Thank you Lord, thank you Lord, thank you Holy Spirit. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ആ മകൻ ഇപ്പോൾ സൗഖ്യമാകട്ടെ, ആ മാതാവ് ഇപ്പോൾ ബലം പ്രാപിക്കട്ടെ, ആ കുടുംബം ഇപ്പോൾ ഉല്ലസിക്കട്ടെ. യേശുവിന്റെ ജീവനാൽ അവർ നിറയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആംബുലൻസിൽ രോഗികളെ കയറ്റി ആശുപത്രികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ടെലിഫോൺ നമ്പർ വിളിക്കണം. ഒരു കൂട്ടം ദൈവജനം അപ്പോൾ തന്നെ പ്രാർത്ഥിക്കും. ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പ് ആ രോഗി യേശു വിടുവിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയും. അത് പല വർഷങ്ങളായി ഞങ്ങളുടെ അനുഭവമാണ്, പല വർഷങ്ങളായി ഞങ്ങളുടെ അനുഭവമാണ്. ഇന്നും യേശു ജീവിക്കുന്നു. യേശു അത്ഭുത മന്ത്രി, യേശു വീരനായ ദൈവം. പ്രാർത്ഥിക്കുന്ന കേരളം എന്ന ഈ ശുശ്രൂഷയിൽ എല്ലാ പ്രിയപ്പെട്ടവരും ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഒരു വിലപ്പെട്ട കർത്തൃദാസൻ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ കുടുംബമായി ഇന്ന് പകൽ ഈ സ്റ്റുഡിയോയിൽ കാണുവാനിടയായത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഡോക്ടർ അജിത്ത്, ഡോക്ടർ സുമ വൈദ്യശാസ്ത്ര രംഗത്ത് ശ്രേഷ്ഠമായ നിലയിൽ ജോലിയുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തെ ഉയർത്തുന്ന അനേകായിരങ്ങളുടെ വിടുതലിന് കാരണമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു കുടുംബമായി ദൈവം അവരെ എഴുന്നേൽപ്പിക്കുന്നു. Hallelujah. As we sing and worship the Lord, let's lift the holy hands to the Lord. Thank you Dr. Ajit. Praise God. Thank you Dr. Suma for your commitment to come early this morning all the way from Changanur. ചെങ്ങന്നൂരിന്ന് വെളുപ്പിന് എഴുന്നേറ്റ് ഈ സ്റ്റുഡിയോയിൽ ഞങ്ങളോടൊപ്പം ഈ ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിന് ഞങ്ങൾ നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനും ദൈവദാസിയുമാണ്. അവർ വൈദ്യശാസ്ത്ര രംഗത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഷ്ടപ്പെടുന്ന അനേകർക്ക് ഇവരൊരു മാതാവും പിതാവുമാണ്. Hallelujah. That fatherly affection and love God has given to them, that motherly affection and love is over your life. That is what I could see in your life. Hallelujah. More than being a mere doctor, അവരിലൂടെ ഒഴുകുന്നത് ദൈവസ്നേഹമാണ്. അവരുടെ കരങ്ങൾ വെക്കുന്ന ജീവിതങ്ങൾ യേശുവിന്റെ സ്നേഹത്താൽ നിറയപ്പെടുന്നു, യേശുവിന്റെ സൗഖ്യം അനുഭവിക്കുന്നു. മാത്രമല്ല ഔദ്യോഗിക രംഗത്ത് ജോലി തിരക്ക് കൂടിയപ്പോൾ അതിനേക്കാൾ ഉപരി ക്രിസ്തുയേശുവിന്റെ വേലയെന്നത് മനസ്സിലാക്കിയപ്പോൾ തിരക്കിൽ നിന്ന് അല്പം വിട്ടു നിൽക്കേണ്ടതിന് ജോലി രാജിവെച്ച് കഴിഞ്ഞ ചില മാസങ്ങളായി ഡോക്ടർ അജിത് പൂർണ്ണസമയ സുവിശേഷ വേലയിലേക്ക് വന്നു. I really congratulate you, man of God, for your decision, and I really congratulate you, Dr. Suma, for standing with your husband in one accord for the fulfillment of what God wants to fulfill through your life in this generation. ഈ തലമുറയിൽ
അവരിലൂടെ ദൈവം തെരഞ്ഞെടുത്ത് ആഗ്രഹിക്കുന്നത് പൂർത്തീകരിക്കുവാൻ വേണ്ടി അവരിൽ ഒരുവനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചപ്പോൾ അവർ ഇരുവരും ഒന്നിച്ച് ആ തീരുമാനത്തിലേക്ക് ഉറച്ചു നിന്നു. എത്ര ശ്രേഷ്ഠമാ യേശു, എത്ര വലിയവനാ. ഡോക്ടറെ, ഇന്നലെ പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയിൽ സൗഖ്യം. ഇന്നലത്തെ വിഷയം അന്നനാളം ചുരുങ്ങിയതായിരുന്നു. ഓപ്പറേഷൻ പലത് കഴിഞ്ഞതാ, മരുന്ന് പലത് കഴിച്ചതാ, വർഷങ്ങളായ കെടുതിയ. യേശു അത്ഭുതം ചെയ്തു, യേശു അത്ഭുതം പ്രവർത്തിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെങ്ങന്നൂർ ഏറിയയിൽ നിന്ന് ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിലായിരിക്കുന്നവർ അപ്പോസ്തലിക് ചർച്ച് പോകണം. പല പ്രാവശ്യം അവരോടൊപ്പം ശുശ്രൂഷിപ്പാൻ ദൈവം ഞങ്ങൾക്കിടയാക്കി. ദൈവത്തിന്റെ തേജസ് ആളത്വമായി ഇറങ്ങി നിൽക്കുന്ന ഒരു ശുശ്രൂഷയാണ്. കടന്നു വരണം, വിടുതൽ പ്രാപിക്കണം. മാത്രമല്ല ജീവിതങ്ങളെ നേതൃത്വ നിരയിലേക്ക് അവർ കടന്നു വരുവാൻ സഹായിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഡോക്ടർ അജിത്, hallelujah. Could you share what the Lord has laid in your hearts this morning? Hallelujah. ഇന്നലെ പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയിൽ സൗഖ്യം, അന്നനാളം ചുരുങ്ങിയത്. ഡോക്ടറെ, എനിക്കിത് കാര്യമായിട്ട് മനസ്സിലാകത്തില്ല. But being a medical doctor, being medical doctors, you would understand the better. എനിക്കിത് കാര്യമായിട്ട് മനസ്സിലാകത്തില്ല. ഈ പറഞ്ഞത് അന്നനാളം ചുരുങ്ങുക എന്നൊക്കെ പറഞ്ഞ് എന്താന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇവർക്ക് നന്നായിട്ട് മനസ്സിലാകും. ഇന്നലെ ഇവിടെ പകൽ പ്രാർത്ഥിച്ചു. അവർ ഈ ടെലിവിഷനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. കർത്താവ് അവരെ അപ്പോൾ തന്നെ സൗഖ്യമാക്കി. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളതായ ഒരു ആശയം എന്താ? ബൈബിൾ ഇതിനെ കുറിച്ച് പറയുന്നത്. കുഡ് യു വാലിഡേറ്റ് ഇറ്റ്? യെസ് ലോർഡ്. ഹല്ലേലൂയ. സാധാരണ രീതിയിൽ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ അഡ്ഹഷൻസ് വരുമ്പോഴാണ്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻസിൽ പല രീതിയിലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ അത് അങ്ങ് നാരോഡായി, അതിൻ്റെ ല്യൂമൻ നാരോഡായി, പിന്നെ ആഹാരം താഴോട്ട് പോകാൻ ബുദ്ധിമുട്ട് വന്ന ഒരു രോഗി വളരെ ബുദ്ധിമുട്ടിലാകുന്നു. ഷർദിൽ, വോമിറ്റിങ്, ഇങ്ങനെ വളരെ കോംപ്ലിക്കേഷൻസ് നിറഞ്ഞൊരു പ്രോബ്ലമാണ്. ഇതിന് മെഡിക്കലായിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എമർജൻസി, പലപ്പോഴും എമർജൻസി സർജറി ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ്, സർജൻസ് അത് കൊണ്ടുപോകും. ആൻഡ് സർജറി ചെയ്താലും പലപ്പോഴും വീണ്ടും ഇത് വരാനുള്ള പോസിബിലിറ്റീസ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് അഡ്ഹഷൻസ് കാരണം ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നാം മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ, സർജിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ നാച്ചുറൽ ലോസിന്റെ ഒരു റെലമിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ നമ്മെ സൃഷ്ടിച്ച ദൈവം, നമ്മെ ക്രിയേറ്റ് ചെയ്ത ദൈവം, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ പ്രവർത്തിക്കുന്നത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ. നാച്ചുറൽ ലോസിനെ അതിലുപരിയായി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തിക്കായി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. With God nothing is impossible. With God there is no limitation. He is beyond the natural laws. When medical science fails, there is power with God to touch and change and heal your life. Jesus, He is the same yesterday, today and forever. യേശു ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. I have seen God work when man has failed. I have seen the hand of God and the power of God changing lives and healing people and delivering people when medical science said there is no possibility. I believe in miracles, and our God, Jesus, still does miracles today, and He is more than sufficient to do His mighty act of healing in your life. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുവാണെങ്കിൽ, if you will call on the name of the Lord Jesus, today God will heal you, God will touch you, God will change your life, God will change your destiny. You will experience the creative miracle working power of God. God works beyond man's natural laws. He is a supernatural God. Oh, hallelujah. ഡോക്ടറുടെ വാക്കുകൾ തീർന്നില്ല.
ഞാൻ ഇടയ്ക്ക് അതൊന്ന് മലയാളത്തിലൂടെ തർജ്ജമ ചെയ്യാം. മനുഷ്യൻ പരാജയപ്പെടുന്നിടത്ത് യേശു വിജയിയായി വെളിപ്പെടുന്നു. മനുഷ്യൻ പരിമിതിയുള്ള മേഖലയിൽ നിൽക്കുമ്പോൾ പരിമിതി ഇല്ലാത്തവനായി യേശു നിൽക്കുന്നു. ഒരു സർജൻ എന്ന നിലയിൽ ഈ ഒരു കേസ് തന്റെ കയ്യിൽ കിട്ടിയാൽ അദ്ദേഹം ആദ്യം ചിന്തിക്കുന്നത് അടുത്ത ഒരു ദിവസം ഒരു സർജറിയെ കുറിച്ച്. പക്ഷെ അദ്ദേഹം എടുത്തു പറഞ്ഞത് അതിനകത്ത് പരിമിതിയുള്ളപ്പോ അതിനുശേഷം ഒരുപക്ഷെ കെടുതികളുടെ മീതെ കെടുതികൾ ഉണ്ടാകാമായിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിൽ ആശ്രയിക്കുന്ന ജീവിതത്തിന് കെടുതികൾ കൂടാതെയുള്ള ഒരു തികഞ്ഞ സൗഖ്യം യേശുവിൽ നമുക്ക് ഭാവിയുണ്ട്. ഈ യൗവനക്കാരായ കപ്പിൾസിൽ നിന്ന് അവരനുഭവിക്കുന്ന ഈ സാക്ഷ്യം, അവരനുഭവിക്കുന്ന യേശുവിനെ കുറിച്ച് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. കരങ്ങളെ കൂട്ടിയടിച്ച് നന്ദിയോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Dr. Yes, I believe we'll have more in the days to come. We'll have more time. We will go more scientifically into it. നമ്മൾ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് ഈ വിഷയങ്ങൾ അനലൈസ് ചെയ്യാം. തീർച്ചയായിട്ടും ഇന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്, ശാസ്ത്രം കൊണ്ട് ഇതൊക്കെ ഒന്ന് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുമോ, ഒന്ന് തെളിയിക്കാൻ പറ്റുമോ. ട്രൂലി ബിലീവഡ്, ബൈബിൾ പറഞ്ഞിരിക്കുന്ന സകലതും ശാസ്ത്രം ഇന്ന് തെളിയിച്ചു കഴിഞ്ഞു കുറെ ഇനിയും തെളിയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ബുദ്ധി ഒരു വശത്ത് നിൽക്കുമ്പോൾ, ശാസ്ത്രം ഒരു വശത്ത് നിൽക്കുമ്പോൾ, മറുവശത്ത് യേശു ദൈവിക നിലവാരം. ഈ ശുശ്രൂഷയുടെ ഉദ്ദേശം അത് മാത്രമേ ഉള്ളൂ, നിങ്ങളെ സഹായിക്കുകയാണ്. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ ഞങ്ങൾ അണ്ടർമൈൻ ചെയ്യുകയല്ല. We are not underestimating the science and its advancements, but there is a superiority of the word of God and Jesus. എല്ലായിടത്തും യേശു സൃഷ്ടിതാവാകിയാൽ അവന്റെ കരം എന്നും ഉയർന്നിരിക്കും. യേശു അത്ഭുത മന്ത്രി. ഈ സന്ദർഭത്തിൽ അത്ഭുതങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരായി വന്നു. എനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ സുമിക്ക് പറയാനുണ്ട്. We will give you the whole day. Hallelujah. ദൈവത്തിന് സ്തോത്രം. യേശു അത്ഭുത മന്ത്രി. ഞങ്ങളോടൊപ്പം ചേർന്ന് പറഞ്ഞേക്കും, വലിയവൻ. ഞങ്ങളോടൊപ്പം കരങ്ങളെ ഉയർത്തി. ഇന്നലെ പകല് ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു, കരമുയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ, ആരാധിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് കരമുയർത്തില്ലായിരുന്നു. പക്ഷെ എന്റെ ഹൃദയത്തിന്റെ ആഴത്ത് ഞാനൊന്ന് ആഗ്രഹിച്ച് ദൈവശക്തി എന്റെ ശരീരത്തിന് മേൽ വന്നു. ചലിക്കാതിരുന്ന എന്റെ കരം ചലിക്കാൻ തുടങ്ങി. വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് പകൽ നിങ്ങളുടെ കിടക്കയിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കും രോഗത്താൽ കടന്നു പോകുന്നത്. അവർക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ, യേശുവിൽ വിശ്വസിച്ച് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ഈ കപ്പിൾസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ദൈവദാസനും ദൈവദാസിയും ശക്തമായ അഭിഷേകത്തിന്റെ ഒരു വലിയ നിറവ് ദൈവം അവരിൽ പകർന്നിട്ടുണ്ട്. അത് രോഗികളുടെ സൗഖ്യത്തിന്, അത് തകർന്ന കുടുംബങ്ങളുടെ വിടുതലിന്, ജീവിതങ്ങളുടെ ഉദ്ധാരണത്തിന് അത് ഉതകുന്നതാണ്. നമുക്കൊന്നിച്ച് ഞാൻ ഈ മൈക്ക് അവർക്ക് കൊടുക്കുമ്പോൾ അവർ ചേർന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ. അന്നനാളത്തിന് പ്രോബ്ലം ഉള്ളവർ, ഈസോഫാഗൽ പ്രോബ്ലംസ്, ചെറുകുടൽ, വൻകുടൽ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ പ്രോബ്ലം ഉള്ളവർക്ക് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ കരം നിങ്ങളുടെ ശരീരത്തിൽ ഒന്ന് വെച്ച് ഈ സൗഖ്യത്തെ സ്വീകരിച്ചാൽ, ഹല്ലേലൂയ, ദൈവിക സൗഖ്യം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നതാണ്. യേശു സൗഖ്യമാക്കുന്നവൻ. അവൻ എന്നും രോഗികളെ സൗഖ്യമാക്കുന്നു. അവൻ മനം തകർന്നവരെ സൗഖ്യമാക്കുന്നവൻ. ഇന്നും അവൻ സൗഖ്യമാക്കുവാൻ ഒരു സ്പെഷ്യലിസ്റ്റ്. Lord, I just want to pray, God. I want to release your power of healing. The same power with which you healed 2000 years back, Jesus. I pray your healing, your anointing which breaks yokes,
നുവകളെ തകർക്കുന്ന ദൈവത്തിന്റെ ശക്തമായ അഭിഷേകം ഈശോഫാഗസിന്റെ മേൽ, അന്നനാളത്തിന്റെ മേൽ, into the intestinal tracts, into the different organs, liverലേക്ക്, ആമാശയത്തിലേക്ക്, stomachലേക്ക്. We release the power of God. Every cancer, every tumor, every incurable diseases, every terminal diseases, be healed in the name of Jesus. സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓ, പുതിയൊരു റിഫ്രഷിംഗ് പ്രസൻസ്, ദൈവത്തിന്റെ അമാനുഷികമായ സാന്നിധ്യം, അസാധാരണമായ ദൈവ സാന്നിധ്യം നിങ്ങളെ സ്പർശിക്കട്ടെ. God, at this time we pray for people suffering with mental diseases, with migraines, with chronic headaches, chronic body pains. Lord, stretch forth your hand and heal your people. May the people know that you are God, who is still able to heal, still able to deliver, still able to give them hope and life. God, we just bless. Release your blessings, God. Release your blessings upon your people. Oh, heal the mental diseases. Be healed in Jesus' name. Every bondage in the body, in the mind, be broken in the name of Jesus. A new experience in God. A new life with Jesus Christ. We bless each one of them in the name of Jesus Christ. Amen. Dr. Ajit, താങ്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ചില ജീവിതങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു വെളിപ്പാട്, അതിവേദന കൊണ്ട് നിവരെ നിൽക്കാൻ കഴിയാതെ ഇങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ ചില ജീവിതങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. യേശുവിന്റെ ആത്മാവ് ഇപ്പോൾ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ആ സ്ക്രീനിൽ കരങ്ങൾ വെച്ച് ഹല്ലേലൂയ, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്നിടത്തോ ഇരിക്കുന്നിടത്തോ കിടക്കുന്നിടത്തോ ദൈവത്തിന്റെ സന്നിധിയിൽ യേശുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ കെടുതികൾ മാറട്ടെ, ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ തന്നെ ടെലിഫോൺ എടുത്ത് വിളിച്ചു പറഞ്ഞാട്ട്. യേശുവിന്റെ നാമ മഹത്വത്തിന് കാരണമാ. ക്യാൻസറുകളിൽ യേശു സൗഖ്യമാക്കിയിരിക്കാം, ട്യൂമറുകളിൽ യേശു അപ്രത്യക്ഷമാക്കി. നിങ്ങളുടെ ശരീരം പുതിയതായി മാറി, മരുന്നിന്റെ കെടുതികൾ മാറി, ട്രീറ്റ്മെന്റിന്റെ കെടുതികൾ മാറി, രോഗത്തിന്റെ കെടുതികൾ മാറി. യേശു നിങ്ങളെ തൊട്ട് സുഖപ്പെടുത്തിയിരിക്കുന്നു. മറിയാമ വൈക്കം, അനിയത്തി ജിജി മദ്രാസില് യൂട്രസില് മുഴകൾ, കൂടാതെ ആർത്രൈറ്റിസ്. ബീങ് എ ഗൈനക്കോളജിസ്റ്റ്, ഡോക്ടർ സുമ, യു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ്. ഒരു വാക്ക് നമ്മുടെ ഓഡിയൻസിനോട് സംസാരിച്ച് ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോൽ ഒരുവൻ, അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോൽ ഒരുവൻ. ഒരിക്കൽ കൂടെ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോൽ ഒരുവൻ. ഒരിക്കൽ കൂടെ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോൽ ഒരുവൻ. യേശുവേ ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. താങ്ക് യു ലോർഡ്. സഹോദരിയെ ദൈവം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. സ്ത്രീയായിരിക്കുന്ന സ്ത്രീകളെ ചികിത്സിക്കുന്ന അരങ്ങത്ത് നിന്നോട് ഞാൻ മനസ്സിലാക്കിയ കാര്യം,
ഒരുപാട് വേദനകളുടെയും ഒരുപാട് ഭാരങ്ങളുടെയും മധ്യത്തിൽ നിൽക്കുമ്പോൾ തന്നെത്താൻ മറന്ന് തൻ്റെ കുടുംബത്തെ ശുശ്രൂഷിക്കുകയും ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ശുശ്രൂഷിക്കുന്ന ആ മേഖലയിൽ തൻ്റെ ശരീരത്തിൽ ഒരു വേദന, ഒരു രോഗം അനുഭവിക്കുമ്പോൾ ഹല്ലേലൂയ, നാം ചിന്തിക്കുന്നതിലധികം ഭാരവും വേദനയും ആ സഹോദരി അനുഭവിക്കുന്നുവെന്ന് ഈ സമയം ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഏത് ഡോക്ടറിനേക്കാളും ഉപരിയായി അരികിൽ വരുവാൻ, കൃപകൾ തരുവാൻ വേറെ ഒരുവനില്ല. പ്രൈസ് ഗോഡ്. രോഗമുള്ള സ്ഥാനത്ത് ഹല്ലേലൂയ വൈകി കൈവച്ച് യേശുവിന്റെ നാമത്തിൽ പ്രൈസ് ഗോഡ് വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ യേശു. ഹല്ലേലൂയ. നാം എത്ര ധൈര്യത്തോടെ, എത്ര വിശ്വാസത്തോടെ ഒരു ഡോക്ടറിന്റെ അടുക്കലേക്ക് കടന്നുപോയി നമ്മുടെ ഹൃദയം, നമ്മുടെ ഭാരം അവരുടെ മുൻപിൽ കരഞ്ഞ് നാം പറയുന്നത് പോലെ അതിനേക്കാൾ ഉപരിയായി ഹല്ലേലൂയ അരികിൽ വന്ന് കൃപകൾ തരുന്ന യേശുനാഥനോട് നമ്മുടെ വേദനകളെ പറയുവാൻ അവൻ നമ്മെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. കരം വെച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഈ പ്രിയ സഹോദരിയെ നിന്റെ മുൻപിൽ ഞങ്ങൾ കൊണ്ടുവരുന്നു. കൃപാസനത്തിന്റെ അടുക്കലേക്ക് അവരുടെ വിഷയത്തെ ഞങ്ങൾ കൊണ്ടുവരുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ സമയം തന്നെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ലോർഡ്, ഹൃദയത്തിലുള്ള, മനസ്സിലുള്ള വേദനകളെ, വ്യാകുല ചിന്തകളെ യേശുവിന്റെ നാമത്തിൽ സമാധാനം വ്യാപരിക്കട്ടെ. May the peace of God descend upon her life. നിന്നെ അറിഞ്ഞ് ജീവിക്കുവാൻ, പ്രിയനായി അറിഞ്ഞ് ജീവിക്കുവാനുള്ള വലിയ കൃപ ഈ നാളുകളിൽ സഹോദരിയുടെ മേൽ നീ അയക്കണമേ. ആമേൻ. ഡോക്ടറെ, ഞാൻ വിശ്വസിക്കുന്നു, ഡോക്ടർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയത് ഇങ്ങനെ അതിഭയങ്കരമായ വേദനയോടെ നിൽക്കുന്ന ജീവിതങ്ങളെയാണ്. ഒരുപക്ഷെ ഈ സഹോദരി ആയിരിക്കും അതിലൊന്ന്. ഇന്ന് ആ ഒരു വ്യക്തി മാത്രമല്ല, അനേകരെ യേശു തൊട്ട് സൗഖ്യമാക്കി. ഇപ്പോൾ തന്നെ ടെലിഫോൺ എടുത്ത് ഞങ്ങളുടെ പ്രാർത്ഥന സഹകാരികളെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന കർത്താവിന് മഹത്വമാകേണ്ടതിന് വിളിച്ചു പറയുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. Definitely we will have more time. God has great things for your life and God will use you in a powerful way. And we are so grateful to you for taking this time and coming and being with us all the way from Changanur early this morning. Thank you, thank you. നമുക്ക് ഒന്നിച്ച് കരങ്ങളെ എടുത്ത് അവർക്ക് നന്ദി പറയാം. Thank you, sir. Thank you. God bless you. MC തോമസ് കൈക്ക് മരവിപ്പ് ഏറ്റുമാനൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഒപ്പിടാൻ പോലും കഴിവില്ലാത്ത വ്യക്തിയായി മാറി. നമുക്ക് എത്ര സങ്കടകരമാണ്. ഇപ്പോൾ തന്നെ കരം നീട്ടിയാൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യം അവിടെ ഉണ്ടാകുമാറാകട്ടെ. മറിയാമ്മ തിരുവല്ല എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു, മകൾക്ക് മാനസിക രോഗത്താൽ ഭാരപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ആ മകളുടെ മേൽ സൗഖ്യം ഉണ്ടാകുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നത് ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രിയ പിതാവേ. തിരുവനന്തപുരത്ത് നിന്ന് രാജൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നു, പനിയാൽ ഭാരപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ തികഞ്ഞ സൗഖ്യം ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ടാകുമാറാകട്ടെ. ശീബ വീട് പണി നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ട്രിവാൻഡ്രത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം ഉണ്ടാകുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. തങ്കച്ചൻ ട്രിവാൻഡ്രത്ത് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന മകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകണം. ജോലിക്ക് വേണ്ടി മാനസിക പ്രയാസം. യേശുവിന്റെ നാമത്തിൽ ആ വിഷയങ്ങളുടെ മേൽ, ആ കുടുംബത്തിന്റെ മേൽ അങ്ങയുടെ കരം നീട്ടും. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രിയ പിതാവേ. നമ്മൾ ഒന്നിച്ച് ആ പാട്ട് ചേർന്ന് പാടാൻ പോവുകയാണ്. ലോകരാജ്യങ്ങളിൽ മലയാളം മനസ്സിലാകുന്ന എല്ലാവരും അത് പാടിക്കൊണ്ടേയിരിക്കുന്നു. Yes,
ഇന്നത്തെ പത്രങ്ങളിൽ വന്ന വാർത്തകൾ, ടെലിവിഷനിലെ വാർത്തകളൊക്കെ ദുഃഖത്തിന്റെ താഴ്വരയിലൂടെ കടന്നു പോകുന്നവരെ കുറിച്ചുള്ളതാണ്. മുറിവ് കെട്ടുന്ന യേശുവിനെ ഞങ്ങൾ അവർക്ക് വെളിപ്പെടുത്തിക്കൊണ്ട്, നാട്ടിൽ കവർച്ചകള്, പന്നിപ്പനി നിമിത്തം ഡൽഹിയില് 3 പേര് മരിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യം പകർച്ചവ്യാധിയിൽ നിന്ന് വിമുക്തമാകേണ്ടതിന് നമുക്കൊന്നിച്ച് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം, let's pray for our nation India, that India will be free from spreading diseases, every contagious diseases, every spirit of contagious diseases, we come against you in the mighty name of Jesus. യേശുവിന്റെ നാമത്തിലെ പകർച്ചവ്യാധികളുടെ ആത്മാക്കൾ മാറട്ടെ, സമ്പൂർണമായ സൗഖ്യം വ്യാപിക്കട്ടെ. ഈ അടുത്ത ദിവസങ്ങൾ കേരളത്തിൽ പശുക്കൾ ചത്തുകൊണ്ടിരിക്കുന്ന, മൃഗങ്ങൾ, കന്നുകാലികൾ ചത്തുകൊണ്ടിരിക്കുന്നു. അത് നിമിത്തം ധാരാളം ആളുകൾ വിഷമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിലെ കെടുതികൾ ശാസിക്കുന്നു. സമ്പൂർണമായ ആരോഗ്യം ഞങ്ങളുടെ കൃഷി സമ്പത്തിന്റെ മേല്, മൃഗസമ്പത്തിന്റെ മേല്, കേരളത്തിന്റെ മേല്, രാജ്യത്തിന്റെ മേൽ ഉണ്ടാകട്ടെ. കേരളത്തിലെ വിളകൾ വർദ്ധിക്കട്ടെ, കൃഷികൾ വർദ്ധിക്കട്ടെ, മൃഗസമ്പത്ത് വർദ്ധിക്കട്ടെ, കാർഷിക മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ. കർഷകരുടെ ആത്മഹത്യ പ്രവണത യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രിയ പിതാവേ, അപകടങ്ങൾ നിമിത്തം തീവണ്ടിയിൽ നിന്നും സ്കൂട്ടറും കാറും ബൈക്കും ഒക്കെ ഇടിച്ച് അനേകർ കഷ്ടപ്പെടുന്നു. വാഹനം ഓടിക്കുന്ന പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ കുറിച്ചുള്ള ശ്രദ്ധയോടെ വാഹനം ഓടിക്കുവാൻ ഇന്നു മുതൽ നമുക്കിടയാകാം. അനർത്ഥങ്ങൾ ഉണ്ടാക്കാതെ സൂക്ഷിച്ച് നമുക്ക് ഓടിക്കാം. വേറൊരാൾ കഷ്ടപ്പെടാതിരിക്കട്ടെ. നമ്മളെപ്പോലെ അവരും ആരോഗ്യത്തോടെ ജീവിക്കട്ടെ. എന്നോടൊപ്പം ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ആ അപകടത്തിന്റെ ആത്മാവിനെ, ആ കെടുതികളുടെ ആത്മാക്കളെ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സംസ്ഥാനത്ത് നിന്ന്, ഞങ്ങളുടെ രാജ്യത്തു നിന്ന് അനർത്ഥങ്ങളുടെ ആത്മാക്കളെ ശാസിക്കുന്നു. കുലപാതകത്തിന്റെ ആത്മാവിനെ ശാസിക്കുന്നു. മരണത്തിന്റെ ആത്മാവിനെ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിത്യജീവൻ അവിടെ ഉണ്ടാകട്ടെ. യേശുവിന്റെ സംരക്ഷണം വ്യക്തമായി അവിടെ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, വെളുപ്പിനെ എഴുന്നേറ്റ് ഞങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഈ കുഞ്ഞുങ്ങൾ എന്ന് ഞങ്ങൾക്ക് സന്തോഷമാണ്. അവരുടെ ഉത്സാഹം ഞങ്ങൾക്ക് എന്നും ഒരു വെല്ലുവിളിയാണ്. ഇന്ന് നമ്മുടെ ആരാധന ടീമിലുള്ള ഒരു യുവാവിന്റെ പുതിയൊരു ബർത്ത്ഡേ ആയിരുന്നു. ഹല്ലേലൂയ. കം ഓൺ, നമ്മൾ ഒന്നിച്ച് ഞങ്ങളോടൊപ്പം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും പ്രിയ ജിനുവിന്റെ ബർത്ത്ഡേയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് പാടണം, ഞങ്ങളോടൊപ്പം ചേർന്ന് ആരാധിക്കണം കർത്താവിന്. ഹല്ലേലൂയ. ഈ കുഞ്ഞിന്റെ ജനനം മുതൽ ദൈവം ഇത്രത്തോളം പരിപാലിച്ചു. മുൻപിൽ ദൈവം ഒരുക്കുന്ന ആയുസ് ശ്രേഷ്ഠ ആയുസ്. വലിയ കാര്യങ്ങൾ ദൈവം നിന്നിലൂടെ ചെയ്തെടുക്കുക. നിനക്ക് ആ യേശുവിന് വലിയ നന്മകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ജിനുവിനോടൊപ്പം ഇന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ I know there are thousands and thousands of people having their birthdays today or wedding anniversaries today. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സ്പെഷ്യൽ ഡേ ആണെങ്കിലും ഇന്ന് പകൽ യേശുവിന്റെ കൃപ അവിടെ വ്യാപിക്കാൻ പോകുക. ദൈവത്തിന് സ്തോത്രം. യേശു അത്ഭുതങ്ങളുടെ ദൈവമാ. നമുക്കൊന്നിച്ച് ചേർന്ന് പാടാം. Happy birthday to you. Happy birthday. Happy birthday dear Jinumo. Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you, Jinumo. Happy birthday to you. ജിനുവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സന്തോഷമായ ഒരു ഗിഫ്റ്റ് അദ്ദേഹത്തിന് നൽകുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേസ് വരുമ്പോൾ എഴുതി അറിയിക്കണം. ദൈവജനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വെഡിങ് ആനിവേഴ്സറീസ് വരുമ്പോൾ അത് കത്തുകളായി അറിയിക്കണം, ഇമെയിലിലൂടെ അത് അറിയിക്കണം, ടെലിഫോണിലൂടെ അത് അറിയിക്കണം. പ്രാർത്ഥന സംഘാരികൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ബൈബിൾ പറയുന്നു, സംവത്സരങ്ങളെ നന്മ കൊണ്ട് നിറയ്ക്കുന്നത് സൃഷ്ടിതാവാം യേശു മാത്രമാണ്. He who crowns the years with his blessings, his benefits and glory. അവന്റെ മഹത്വം കൊണ്ടും നന്മ കൊണ്ടും സംവത്സരങ്ങളെ നിറയ്ക്കുന്നവന് യേശു മാത്രമാണ്. നമുക്കൊന്നിച്ച് ഇന്ന് പകൽ ഈ കുഞ്ഞിനും ഈ യുവാവിനു വേണ്ടിയും അതോടൊപ്പം ലോകരാജ്യങ്ങളിൽ ബർത്ത്ഡേ അനുഭവിക്കുന്നവർക്കായി we bless everyone who have birthdays
Today in Jesus' mighty name, ഇന്ന് ബർത്ത്ഡേസ് ഉള്ള എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. Lord, we pray that you will crown their years with your glory and benefits. അങ്ങയുടെ നന്മ കൊണ്ട് അവരെ നിറയ്ക്കും. ബിജുവിന്റെ മേൽ ഞങ്ങൾ അനുഗ്രഹങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. കൈകൾ അടിച്ച് നന്ദിയോടെ. താങ്ക് യു ഡോക്ടർ സുമ, താങ്ക് യു. ഉയർത്തി രണ്ട് കരങ്ങൾ ഉയർത്തി അല്പനിമിഷങ്ങൾ ആരാധനയ്ക്കായി. യെസ് ലോർഡ്. നൂറുകണക്കിന് പ്രാർത്ഥന വിഷയങ്ങളിലൂടെ വന്നുകൊണ്ടേയിരിക്കുന്നു. യേശു അത്ഭുത കർത്താവ്. Thank you. ലക്ഷ്മി കഴക്കൂട്ടം, പിതാവിന് പുകവലി നിന്ന് വിടുതൽ വേണം. മകൾ വിഷമിച്ച് വിളിക്കുന്നു. പിതാവിന്റെ പുകവലി ഓർത്ത് വിഷമിക്കുന്ന, ശാസ്ത്രം പറയുന്നത് ഏത് മനുഷ്യനും ഏതെങ്കിലും ഒരു വിഷയത്തിൽ അടിമയായാൽ പൂർണ്ണമായ വിമോചനം അതിനകത്ത് ഉണ്ടാകത്തില്ലെന്ന്. പക്ഷെ യേശുവിന്റെ വചനം പറയുന്നു, അനുഭവിക്കുന്ന ജനകോടികളുടെ സാക്ഷ്യം വിളിച്ചു പറയുന്നു, യേശു ഒരുവനെ സ്വതന്ത്രനാക്കിയാൽ അവൻ യഥാർത്ഥ സ്വതന്ത്രൻ. പുകവലിയുടെയോ മദ്യപാനത്തിന്റെയോ ദുഷിച്ച സ്വഭാവങ്ങളുടെയോ അടിമത്തത്തിലായിരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ സമയം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, ആ പ്രിയപ്പെട്ടവർ ആണ് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ചേർന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തിയാട്ട്. അല്ല, ഈ അനുഭവത്തിലൂടെ പോകുന്നവർ ആ വിടുതൽ യേശുവിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ യേശുവിന്റെ നാമത്തിൽ ജീവിതങ്ങളുടെ അടിമത്തങ്ങൾ എന്നേക്കുമായി വിട്ടുമാറട്ടെ. യേശുവിന്റെ ധന്യമേറിയ നാമത്തിൽ. പ്രിയ പിതാവേ, മകൾക്ക് കുഞ്ഞുങ്ങൾ, ജോലിക്ക് പ്രയാസം, മാനസികമായ പ്രയാസം, തങ്കച്ചൻ, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശു അത്ഭുതങ്ങൾ ചെയ്യാം. യെസ് ലോർഡ്. ഡിഗ്രി എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനൽ ഇയർ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു വേഗം നിർത്തുന്നതിന് മുമ്പായി വിവാഹപ്രായമായി വിവാഹം നടക്കാത്ത യുവതി യുവാക്കന്മാർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുയോജ്യമായ വിവാഹങ്ങൾ അവർക്ക് എല്ലാവർക്കും തക്ക സമയത്തുണ്ടാകട്ടെ. യേശു അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കട്ടെ. നന്മ കൊണ്ട് നിറയ്ക്ക്. ഈ പാട്ട് അവരുടെ സാക്ഷ്യമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. പ്രേയിങ് കേരള, പ്രാർത്ഥിക്കുന്ന കേരളം എന്ന ഈ പ്രാവചനിക ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ലോകത്തിന്റെ ഏതൊരു രാജ്യത്തായിരുന്നാലും ഇന്നും ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ സാധിക്കും. YouTube/ItOurTimeTV. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നലകളിലുള്ള ശുശ്രൂഷകൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. ധാരാളം ആളുകൾ ഞങ്ങൾ വിളിച്ചും ഇമെയിലിലൂടെയും ഞങ്ങളുടെ വിവരങ്ങൾ അറിയിക്കുന്നു. പ്രാർത്ഥനയിലും ആരാധനയിലും ഈ ശുശ്രൂഷയിൽ നിങ്ങൾ കാണിക്കുന്ന എല്ലാ സന്മനത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന്, വിവിധ സഭകൾ, ശുശ്രൂഷ ചെയ്യുന്ന കർത്തൃദാസന്മാർ, വൈദികര, കന്യാസ്ത്രീകൾ മുതലായ ധാരാളം ആളുകൾ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുന്നത് ഞങ്ങൾ സന്തോഷിക്കുന്നു. കേരളത്തിന്റെ അവസ്ഥ മുഴുവൻ യേശു നമ്മൾ ഒന്നിച്ചുള്ള ഈ ശുശ്രൂഷയുടെ മാറ്റം കേരളം അഭിവൃദ്ധി പ്രാപിക്കും, നമ്മുടെ രാജ്യം അഭിവൃദ്ധി പ്രാപിക്കും. ഇമെയിലിൽ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാൻ ആഗ്രഹമുള്ളവർ gracechapelsam@gmail.com gracechapelsam@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുക, പ്രാർത്ഥിക്കുകയും ചെയ്യും. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഗൂഗിൾ ചെയ്യുന്നവർ പ്രേയിങ് കേരള, പ്രാർത്ഥിക്കുന്ന കേരളം എന്ന് ഗൂഗിൾ ചെയ്താൽ ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് വന്നെത്തുവാൻ സാധിക്കും. ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൂത് നമുക്ക് ദൈവം തന്നു. യേശു സാധാരണക്കാരനല്ല, യേശു അസാധാരണക്കാരനാണ്. God Jesus is supernatural.
ഇന്ന് പകൽ യേശുവിൽ വിശ്വസിച്ച് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ കിടക്കയിൽ എഴുന്നേൽക്കാൻ കഴിയുന്നവരെല്ലാവരും എഴുന്നേറ്റ് ഞങ്ങളോടൊപ്പം ഈ പാട്ട് ചേർന്ന് പാടുകയാണ്. ഇന്ന് പകൽ ഒരു വിടുതലിന്റെ പകലാണ്. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുടെ, നന്മയുടെ, ശ്രേഷ്ഠതയുടെ Open my eyes that I may see wondrous things from your law. കർത്താവേ, നിന്റെ തിരുവെഴുത്തിൽ നിന്ന് അത്ഭുതകരമായ അങ്ങയുടെ നിയമങ്ങൾ കാണേണ്ടതിന്, പ്രമാണങ്ങൾ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഇന്നതാകട്ടെ നമ്മുടെ പ്രാർത്ഥന. യേശുവേ, ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. യേശുവിനെ അറിയുവാൻ അതുൽ വിതുര കഴുത്തിൽ മുഴയും പനിയും യേശുവിന്റെ നാമത്തിൽ അതിപ്പോൾ മാറട്ടെ. സമ്പൂർണമായ സൗഖ്യമുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. നാളെ പകൽ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ മദ്രാസിൽ നിന്ന് നാഷണൽ പ്രയർ നെറ്റ്വർക്കിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ മനാസിസ്, അദ്ദേഹത്തിനോടൊപ്പം പാസ്റ്റർ ജോൺ വില്യം, മറ്റു പലരും സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ഉണ്ടാകും. പ്രാർത്ഥനയുടെ വിവിധ വിഷയങ്ങൾ നമ്മളെ അവർ അറിയിക്കും. ധാരാളം ദൈവദാസിദാസന്മാർ നമ്മോടൊപ്പം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകും. നമുക്കൊന്നിച്ച് രാവിലെ തന്നെ എഴുന്നേറ്റ് ഈ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങണം. ഞങ്ങൾക്ക് വേണ്ടി വിശ്വസിച്ച പ്രാർത്ഥിക്കണമേ എന്ന ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥനയിൽ എല്ലാ നിലയിലും ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ ഞങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി മഞ്ജുസ് നിരണം വിദേശത്തേക്ക് പോകാൻ വീസ ലഭിക്കണം. ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴുത്തിൽ മുഴയുള്ള വ്യക്തിയെ സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരം ഇപ്പോൾ തന്നെ അവിടെ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ മഞ്ജുസിന് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വീസ ലഭിച്ച് നല്ല ജോലിയിൽ പ്രവേശിപ്പാൻ വിദേശ രാജ്യത്ത് അതിടയാക്കട്ടെ. വിദേശ രാജ്യങ്ങൾ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾ നോട്ട് ചെയ്യുക. പിന്നീട് ഉള്ള നിമിഷങ്ങൾ വിളിക്കുക. പ്രാർത്ഥന സഹകരികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശു അത്ഭുതങ്ങളുടെ ദൈവം, യേശു അടയാളങ്ങളുടെ ദൈവം ഞങ്ങളോടൊപ്പം ചേർന്ന് ഉയർത്തിയെന്നെ യേശു തൻ കരം ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ ഗ്രേസ് ചാപ്പൽ ശുശ്രൂഷ ഒരുക്കുന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങളോട് പങ്കാളികളാകുന്ന എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ. ഇനി അടുത്ത ദിവസം കാണുന്നതുവരെയും അത്യുന്നതന്റെ കൃപയിൽ ദൈവം നമ്മെ പരിപാലിക്കട്ടെ. ജീവനും സമൃദ്ധമായ ജീവനും യേശുവിൽ നമുക്ക് ഒന്നിച്ച് പ്രാപിച്ച് ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാം. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹീതരാകട്ടെ. Let every family, let everyone be blessed in Jesus' mighty name. And to God be the glory. ഉയർത്തിയെന്നെ യേശു തൻ കരം ഉയർത്തിയേ പർവ്വതങ്ങൾ ഉയർത്തിയേ